അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയുടെ മാധ്യസ്ഥം ഏൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, കോളേജിൽ പോകുന്നവരെ, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ
ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. God infuse your spirit of power and grace. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നലെ ഞാൻ ഒരു വചനം പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചില്ല. നമുക്കൊന്ന് വായിക്കാതെ റോമ 8:32. സ്വപുത്രനെ പോലും അടിപൊളി. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ക്രിസ്തുവിനെ നൽകിയത് ദാനമാണെന്നുള്ളത് അത് അണ്ടർസ്റ്റുഡാണ്. ഇനിയിപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലേ, നമ്മൾ ഈ സമസ്തവുമാണ് നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കുന്നതാണ് ആൾക്കാരുടെ ഒരു രീതി. സമസ്തവും നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കും. പക്ഷെ ആ നേടിയ സമസ്തവും ബൈബിൾ എന്താ പറയണത്? ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതാ വിഷയം. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതാ വിഷയം. അപ്പൊ ആൾക്കാരുടെ രീതി എന്ന് വെച്ചാൽ സമസ്തവും നേടാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ഒഴിവാക്കും. ആ സമസ്തത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. എന്നിട്ട് ഈ സമസ്തവും നേടിയാലും നീ യേശുക്രിസ്തുവിനെ ഒഴിവാക്കിയാൽ ആത്മാവ് നഷ്ടപ്പെടും. എന്ത് പ്രയോജനം? അതാണ് വിഷയം. അപ്പം നമ്മളെ പോലുള്ള ഓപ്ഷൻ ഇതാണ്: സമസ്തം ഒഴിവാക്കുക, യേശുക്രിസ്തുവിനെ നേടുക. അവിടെ സമസ്തം ഒഴിവാക്കുന്ന ഒരു രീതി പൗലോസ് പറയും, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണം എന്ന് പറയും. ഫിലിപ്പിയർ 3:8. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കരുതുകയുമാണ്. അപ്പോഴേ അവനില്ലാത്ത എല്ലാ സംഭവത്തെയും ബൈബിള് വേസ്റ്റ് എന്ന വാക്കുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ സമസ്തവും ചില സമയത്ത് വേസ്റ്റിന്റെ മറ്റൊരു വാക്കായിട്ട് മാറും. അത് ഈ ക്രിസ്തു അവിടെ ഒരു കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു പാസ്വേഡ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഇപ്പം ചില ആപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും ഇപ്പം തന്നെ ചിലരുടെ മൊബൈൽ നമ്മൾ തുറക്കണമെങ്കിലും ഒക്കെ ആ മൊബൈലിൻ്റെ ഒരു പാസ്വേഡ് ഇല്ലേ, അതുപോലെ തന്നെയാണ് എല്ലാത്തിനും പാസ്വേഡ് ഉണ്ട്. വഴിയെ പോകണം അവർക്ക് ആർക്കും ചവിട്ടി കയറാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും. അതുപോലെ തന്നെയാണ് പല വചനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം. സത്യസന്ധമായിട്ട് ക്രിസ്തുവിനെ ആഗ്രഹിക്കണം. പരമപിതാവ് ക്രിസ്തുവിനെ നമുക്ക് തരുന്നതിന് ഒരു പഞ്ഞവുമില്ല. കാര്യം ഒന്നും കരുതി വെക്കാതെ ക്രിസ്തുവിനെ നമുക്ക് തന്നതാണ്.
പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ, നമുക്കൊരു വിഷയമുണ്ടല്ലോ, ഇപ്പോൾ ഒന്നും വേണ്ട, ഈ ബ്ലോക്കിൽ നിന്ന് 10 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചാൽ പോലും അവർ വന്ന് ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ നോക്കും. ആ കോഴിക്കുഞ്ഞ് ഇവിടെ വളരാൻ പറ്റിയ സാഹചര്യം ഉണ്ടോ, അതിന് കൂടുണ്ടോ, മറ്റു തരത്തിലുള്ള ഇത് ട്രെയിൻ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ്, എഡ്യൂക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവർ സെമിനാറൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എടുക്കുന്നത്. അപ്പോൾ ലോകത്തിലുള്ള വിഷയങ്ങൾ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ക്രിസ്തുവിനെ പിതാവിൻ്റെക്ക് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി പിതാവ് ക്രിസ്തു നിങ്ങളിൽ വളർന്നു വരാൻ വേണ്ടിയുള്ള പൊതുപരിസരം ഉണ്ടാക്കാൻ പറയും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ ഇപ്പം മറ്റുള്ളവരുടെ ശത്രുത, ചില ആൾക്കാർ ശത്രുത വെച്ചുകൊണ്ടിരിക്കത്തില്ലേ, അപ്പം ക്രിസ്തു വളരത്തില്ല. ചിലർക്ക് പക വെച്ചുകൊണ്ടിരിക്കത്തില്ലേ, ക്രിസ്തു വളരത്തില്ല. ചില ദുശ്ശീലങ്ങൾ, അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അപ്പം അത് വെച്ചുകൊണ്ടിരിക്കത്തില്ലേ. അപ്പം അതിന് ഒന്നാം സ്ഥാനം കിട്ടത്തില്ല. ഈ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ക്രിസ്തുവിനെ പരമപിതാവ് നമുക്ക് തരുമെന്ന് ഒരു ഉറപ്പുമില്ല. അത് തന്നെയല്ല, ക്രിസ്തു നമ്മളിൽ വളർന്നു വരാൻ സാധ്യതയില്ലെങ്കിലും ക്രിസ്തുവിനെ കിട്ടാൻ മാർഗമില്ല. ഇത് എല്ലാ മതങ്ങളെപ്പോലെ ഒരു മതമല്ല ഇത്. ഞാൻ 40 കൊല്ലം പൗരോഹിത്യവും 15 കൊല്ലം വിശ്വാസ ജീവിതവും കഴിഞ്ഞപ്പോൾ 40, 15, 55 കൊല്ലമാണ് ഞാൻ ഈ വിശ്വാസത്തിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 15 കൊല്ലം, 10 കൊല്ലം, 50 കൊല്ലം, ഇപ്പം 50 കൊല്ലമായി. 1/2 നൂറ്റാണ്ടാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകേട് വന്നാൽ എനിക്ക് അത്ഭുതപ്പെടാനില്ല. കാര്യം ഞാൻ 50 കൊല്ലം ഈ വിഷയത്തിൽ ട്രെയിൻ കിട്ടിയ ആളാണ്. 10 കൊല്ലം സെമിനാരിയിലും 40 കൊല്ലം ഫീൽഡിലും ജീവിച്ചതിന് ശേഷം ആണ് ഞാനിത് പറയണത്. അപ്പോൾ എന്നെ നിങ്ങൾ ആ രീതി മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എൻ്റെ മക്കൾ എന്താ വിഷയം വെച്ചാൽ, ഞാൻ പകർന്നു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പാസ്വേഡുകൾ നോക്കിയിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ച്, ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച്, ദൈവം പണ്ടും അങ്ങനെയാണ്, അവരവരുടെ കഴിവനുസരിച്ചെന്നാണ് പറയണത്. കഴിവനുസരിച്ച് ഒരാൾക്ക് 10 താലന്തും, ഒരാൾക്ക് 5 താലന്തും, ഒരാൾക്ക് 2 താലന്തും അങ്ങനെ കൊടുക്കും. അത് പക്ഷേ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക. യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കൃപാസനം മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ഐവിൻ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ മർത്തോമ സഭ അംഗമാണ്. കൃപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ ബ്രദറും അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ സിസ്റ്ററും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുവാൻ തുടങ്ങിയത് ഫെബ്രുവരി 7, 2025 മുതലാണ്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഉടമ്പടിക്ക് മുമ്പുള്ള ജീവിതവും ഉടമ്പടിക്ക് ശേഷമുള്ള ജീവിതവും നല്ല വ്യത്യാസമാണുള്ളത്. അതിലേക്ക് ഞാൻ കടന്നു വരാം. ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് എൻ്റെ മദ്യപാനം നിർത്താൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെ മദ്യപാനം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഇപ്പം ഏകദേശം ഒരു 10 വർഷമായി കാണും. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു രസത്തിന് തുടങ്ങിയതാണ്. പക്ഷെ പലപ്പോഴും നിർത്താനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും എനിക്ക് നിർത്താൻ സാധിച്ചിരുന്നില്ല. നിർത്താൻ വേണ്ടി ഞാൻ സ്പിരിച്വലി കുറേ വളരാൻ ശ്രമിച്ചു. പക്ഷെ പിന്നെയും ഓരോ പ്രലോഭനം കാരണം ഞാൻ പിന്നെയും വീണുപോയിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയതിൽ പിന്നെ എനിക്ക് പല സാഹചര്യങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും ഉണ്ടായിട്ടും എനിക്ക് മദ്യപിക്കണമെന്നൊരു ആഗ്രഹവും തോന്നിയിട്ടില്ല.
എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവൻ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലെ അവകാശികളാവുക, അല്ലെങ്കിൽ സ്പിരിച്വലി വളരുക. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ എനിക്ക് സ്പിരിച്വലി നല്ലപോലെ വളരാൻ സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉടമ്പടിക്ക് മുമ്പുള്ള എൻ്റെ ജീവിതവും ഉടമ്പടിക്ക് ശേഷമുള്ള എൻ്റെ ജീവിതവും നല്ല വ്യത്യാസമാണെന്ന്. ഉടമ്പടിക്ക് മുമ്പ് ഞാൻ മോഹങ്ങൾക്കും അല്ലേ ലോകത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷം ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ദൈവവുമായിട്ട് മുമ്പോട്ട് ജീവിക്കുക. അതാണ് എൻ്റെ അങ്ങനെയാണ് ഞാൻ ജീവിച്ച് ഇപ്പം പോരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ജപമാല മുടങ്ങാറെ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുവൈറ്റിലുള്ള അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ മെയ് ലാസ്റ്റ് തൊട്ട് ഞാൻ അത് സ്ഥിരമായിട്ട് പങ്കെടുത്ത് വരുന്നു. അങ്ങനെ പങ്കെടുത്ത് വരുമ്പോൾ ഈ അഖണ്ഡ ജപമാലയിൽ എനിക്ക് തിരിയിൽ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിക്കുവാനിടയായി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കിയത് മെയ്യിലാണ്, ഈ കഴിഞ്ഞ മെയ്യിലാണ്. അന്ന് തൊട്ട് ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ ബൈബിള് നമ്മൾ ഡെയിലി വായിക്കുമ്പോൾ ഒരു ദിവസം മിസ്സായാൽ ഞാനത് ആ ടൈമും കൂടെ ആഡ് ചെയ്ത് അടുത്ത ദിവസം തന്നെ അത് വായിക്കും. അങ്ങനെ സ്പിരിച്വലി എനിക്ക് നല്ല മാറ്റമാണ് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത നിയോഗം ഞാൻ വെച്ചത് എനിക്ക് വിദേശത്തൊരു ജോലി ലഭിക്കുക എന്നുള്ള ഒരു നിയോഗമാണ് ഞാൻ വെച്ചത്. ഞാൻ വിദേശത്ത് നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഫാമിലി ഇഷ്യൂ കാരണം എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നു. പിന്നെ ഞാൻ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു, എനിക്ക് നടന്നിരുന്നില്ല. ഞാൻ മെഡിക്കൽ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വിദേശത്ത് ജോലി ലഭിക്കുക അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ GCC കൺട്രീസിലാണ് നോക്കിക്കൊണ്ടിരുന്നത്, ഒന്നെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ പോയി അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ നല്ല മെറിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഡയറക്റ്റ് നാട്ടിൽ എന്തെങ്കിലും ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കയറി പോകണം, അല്ലെങ്കിൽ ആരുടെയും ഡയറക്റ്റ് റെഫറൻസ് ത്രൂ കയറി പോകണം. വിസിറ്റിംഗ് വിസ എടുത്ത് പുറത്ത് പോയി അപ്ലൈ ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് അത് സാധിച്ചിരുന്നില്ല. പക്ഷേ ലൂക്കോസ് 1:37 ആ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലോ. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ മാതാവിനോട് ചേർന്ന് ഇങ്ങനെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നു, പിന്നെ റിജക്ഷൻ വരുന്നു, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നു, റിജക്ഷൻ വരുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഒരു ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നാട്ടിൽ എനിക്ക് ഒരു റിലേറ്റീവ്സ് ത്രൂ അറ്റൻഡ് ചെയ്യാനിടയായി. അങ്ങനെ ഞാനത് ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് വിശുദ്ധ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് അതൊക്കെ എനിക്ക് അവിടെ പോയി ഉപയോഗിക്കണം, ദൈവത്തിന് സമർപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് കയറി ചെന്നു. ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ CV നോക്കിയിട്ട് റിജക്റ്റ് ആയെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് വലിയ വിഷമമായിരുന്നുണ്ടായിരുന്നത്. എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ച്. അത് കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ വിശ്വാസം മാതാവ് എനിക്ക് ബെസ്റ്റ് ചെയ്തെടുത്തുള്ളൂ എന്ന വിശ്വാസത്തിൽ ഞാൻ മുമ്പോട്ട് പോന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ കഴിഞ്ഞ ജൂണിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാനും അതുപോലെ തന്നെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിലെ 2 ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കിട്ടി. അതിലും ഞാൻ റിജക്റ്റായി. പക്ഷേ അങ്ങനെ ടെൻഷനായിരിക്കുമ്പോൾ ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വരുമ്പം മാതാവ് എൻ്റെ മാതാവ് തന്നെയാണ് അത് എൻ്റെ മനസ്സിൽ തോന്നിച്ചതെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. മാതാവ് എന്നെ തോന്നിപ്പിച്ചത് മാതാവ് ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ ആ ഒരു വാക്യങ്ങളാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് ദൈവത്തിൻ്റെ ഹിതം അതെന്തോ ആയാലും നിറവേറട്ടെ. ഇപ്പം എനിക്ക് വിദേശത്ത് പോകാനല്ല, നാട്ടിലാണെങ്കിൽ അത് തന്നെ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. 1 മാസം മുമ്പോട്ടുള്ള ഡേറ്റ് ഇട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. ഞാൻ മാക്സിമം അപ്ലൈ ചെയ്തു. 1 മാസം ഞാൻ അറൗണ്ട് ഒരു 300 ജോബ് അപ്ലൈ ചെയ്തു. അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഇതിൽ ഞാൻ ചെയ്തതാണ്. ഞാൻ മൊത്തം ദൈവത്തിനോട് സമർപ്പിച്ച് ഞാൻ ചെയ്തു. ദൈവമേ, എനിക്കിതിലൊന്നും എൻ്റെ മെറിറ്റിൽ എനിക്കൊന്നും നേടാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ കൃപയാലല്ലാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താലല്ലാതെ എനിക്കത് നേടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാനത് അപ്ലൈ ചെയ്തു പോന്നു. അതിൻ്റെ ഇടയ്ക്കും ഒരു ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നടന്നു, അതിലും റിജക്റ്റായി. അത് കഴിഞ്ഞിട്ട്
ആ ഡേറ്റ് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു കോളും ഒരു ഇൻ്റർവ്യൂ കോളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഡേറ്റ് സെപ്റ്റംബറിലാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് വന്നത്. പക്ഷേ ഞാൻ സെപ്റ്റംബറിലും ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ സെപ്റ്റംബറായി, എനിക്ക് ഒക്ടോബറിൽ എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണമെന്നുണ്ട്, അത് വലിയ ആഗ്രഹമാണ്. ഇപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് എനിക്ക് അത് കിട്ടിയാലും അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മാതാവ് എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് അതിന് ശേഷം മാത്രമേ എനിക്ക് ആ ഒരു ജോലി തരാവൂ എന്ന്. പക്ഷേ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത് വന്നു. ലാസ്റ്റിലും എനിക്ക് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹിതം അതെന്തോ ആണേലും എൻ്റെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലും അപ്ലൈ ചെയ്തു, 2 ജോബ് അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിന് വിളിച്ചു, അത് കിട്ടിയില്ല. പക്ഷേ ഞാൻ ഡേറ്റ് ഇട്ട് അപ്ലൈ ചെയ്ത ആ ജോബ് ഒരു 2-3 പേര് എന്നെ വിളിച്ചു, ജസ്റ്റ് നോർമലി കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെയാണ്, ഇപ്പോൾ നാട്ടിലാണോ, എന്തോ ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചു. പക്ഷേ ഞാനത് സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു കോള്, എനിക്കൊരു മെസ്സേജ് വരികയും ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഇത് മാതാവ് ഇടപെട്ടതാണെന്ന് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാര്യം ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓൺലൈൻ ഇൻ്റർവ്യൂ ഇങ്ങനെ അവർ സെലക്ട് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ അത്രയും മെറിറ്റൊന്നും എനിക്കില്ല. അങ്ങനെ ഞാനത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഓൺലൈനാണ് അറ്റൻഡ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ എൻ്റെ ബാക്ക് സൈഡിൽ ഉടമ്പടി തൈലം കുരിശടയാളത്തിൽ വരച്ചിട്ട് അതിനു മുമ്പെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം മാത്രമേ ഞാൻ ചൊല്ലത്തുള്ളായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കാശുരൂപം കൈ വച്ചിട്ട്, മാതാവേ അമ്മ ഈ ഇൻ്റർവ്യൂവിന് എനിക്ക് പകരമായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂ ഒന്നും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ അറ്റൻഡ് ചെയ്തു. പക്ഷേ അവർ ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു. അവർ പറയാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ചയും ഞാൻ ഫോളോ അപ്പ് ചെയ്തു. അവർ പിന്നെയും പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 4-ാം തീയതി എനിക്ക് ദൈവം സഹായിച്ച് ഓഫർ ലെറ്റർ വരികയും ഞാൻ ഈ 18-ാം തീയതി എനിക്ക് വിസയും ബാക്കി കാര്യങ്ങളും എല്ലാം റെഡിയായി. ഞാൻ ഈ 18-ാം തീയതി ഞാൻ UAE-യിലാണ് എനിക്ക് ജോലി ലഭിച്ചത്. ഞാൻ ഈ 18-ാം തീയതി ഞാൻ UAE-യിലേക്ക് പോവും. ഇത്രയും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് തൊട്ട് ഞാൻ ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്തെല്ലാം എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചിട്ട്, ഞാൻ ബൈബിൾ വചനങ്ങൾ വായിച്ച് നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടകൾ ഒടിക്കുകയും ചെയ്യുന്ന യെശയ്യാവിൻ്റെ 45:2-3 ആ വചനങ്ങൾ വായിച്ചാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളും നന്മകളും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനയെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്ത ആളാണ്. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആൾക്കാർ കൊടുക്കുമ്പോൾ എന്ത് പറയും, അവർ മേടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എൻ്റെ ഫസ്റ്റ് പുതുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പത്രം കൊടുക്കും. മാതാവിനെയും ഈശോനെയും അനുഭവിച്ചറിഞ്ഞവരുടെ സാക്ഷിയാണെങ്കിൽ പത്രമാണ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ പുതുക്കിയ സമയത്ത് ഞാൻ ഇവിടെ വരുമ്പം എനിക്ക് 3 സെറ്റ് പത്രം കിട്ടി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, 3 സെറ്റ് പത്രം എന്താ കിട്ടുന്നത്, 1 സെറ്റ് പത്രമല്ലേ ഒരു മാസം കിട്ടുന്നതെന്ന്. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചത്, എന്തുകൊണ്ട് ഒരു മാസം 3 സെറ്റ് പത്രം കൊടുത്തുകൂടാ. സോ ഞാൻ കഴിഞ്ഞ മെയ് തൊട്ട് എല്ലാ മാസവും 3 സെറ്റ് പത്രം വീതം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ 9 മാസത്തിനുള്ളിൽ ദൈവം സഹായിച്ച് 22 സെറ്റ് പത്രം എനിക്ക് കൊടുക്കാൻ സാധിച്ചു. പക്ഷേ എന്നാൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അത്ര പൂർണ്ണതയിൽ എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അന്ന് മുതലാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പൂർണ്ണതയിലേക്ക് എത്തിയത്. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇങ്ങനെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഒരു മുസ്ലിം സഹോദരിയെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് പത്രം കൊടുത്ത് യേശുവിനെ മാതാവിനെ അനുഭവിച്ചറിഞ്ഞവരുടെ സാക്ഷ്യം അടങ്ങിയ പത്രമാണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അവർ തിരിച്ച് ചോദിച്ചു, ഇതെന്താ കൃപാസനം കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റിയില്ല, ഞാൻ സ്റ്റക്കായി. പക്ഷേ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര വിഷമമായി, എന്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ ഈ സെപ്റ്റംബർ തൊട്ട് ഞാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയും കൃപാസന മാതാവിനെയും അനുഭവിച്ചറിഞ്ഞവരുടെ സാക്ഷ്യങ്ങളടങ്ങിയ പത്രമാണെന്ന് പറഞ്ഞിട്ട്
എൻ്റെ ജീവിതാനുഭവം, എൻ്റെ മുമ്പത്തെ മദ്യപാന ആ ഒരു ജീവിതവും ഇപ്പോഴത്തെ ഉടമ്പടിക്ക് ശേഷമുള്ള എൻ്റെ ജീവിതവും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത്. ഞാനിപ്പം എല്ലായിടത്തും തന്നെ കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ട്രെയിനിൽ കൊടുത്തിട്ടുണ്ട്, കടകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവൃത്തിയും സെപ്റ്റംബർ തൊട്ടാണ് ഞാൻ ആക്റ്റീവായിട്ട് തുടങ്ങിയത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ സമയം തൊട്ട്. അതിനു മുമ്പേ കാരുണ്യ പ്രവൃത്തി ഞാൻ ചെയ്യുമായിരുന്നെങ്കിലും അതൊരു പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിനു മുമ്പേ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ശാലവും കാരുണ്യഭവൻ എന്ന ഒരു മാനസിക ആരോഗ്യ കേന്ദ്രം, അവരുടെ ആ മക്കൾക്ക് ഞാൻ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി ഞാൻ വഴിയിലിരിക്കുന്ന പാവങ്ങൾക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം രോഗികളെ സന്ദർശിച്ച് അവർക്കും ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും എനിക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാരുണ്യപ്രവൃത്തി ആ ഒരാഴ്ചയിൽ എനിക്ക് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ മാതാവ് അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച സെപ്റ്റംബർ അന്ന് തൊട്ട് ഞാൻ അടുത്തുള്ള എൻ്റെ ശാലോം കാരുണ്യഭവനിൽ പോയിട്ട് അവിടെയുള്ള മക്കൾക്ക് ഞാൻ ഷേവ് ചെയ്യുകയും അവരെ കുളിപ്പിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ആ ഒരു വചനം എനിക്ക് കാണുവാനിടയായി. മത്തായി 25:40. നമ്മൾ മറ്റുള്ളവരെ സഹായവും അല്ലെങ്കിൽ നമ്മൾ കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവരെ നമ്മൾ യേശുവിനെ കാണുക, യേശുവിന് ചെയ്തു കൊടുക്കുന്ന പോലെ മറ്റുള്ളവരെയും കാണുക, മറ്റുള്ളവരെയും സഹായിക്കുക. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി വർഗീസ്, ഇതെൻ്റെ ഭർത്താവ് വർഗീസ്. ഞങ്ങളുടെ സ്ഥലം ചാലക്കുടിക്കടുത്ത് മേലൂർ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 29 ഉടമ്പടി എടുത്ത അന്ന് മുതൽ കൃപാസനം പത്രം വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. കൃപാസനം പത്രം വായിച്ച് അതിലെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മേനെ ഒന്ന് വന്ന് കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാസങ്ങളോളം ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു. ഒരു 1.5 വർഷം കൊണ്ട് 500ഓളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മ തന്നെയാണ് പറഞ്ഞത്, നീ വന്ന് കണ്ടാൽ പോരാ, നീ ഉടമ്പടി എടുക്കണം, ഞാൻ സഞ്ചാരി മാതാവാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഞാൻ ചെറുപ്പം മുതലേ വളരെയേറെ വിശ്വാസത്തോടെ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് പലപ്പോഴും അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകവും അമ്മ മാതാവിൻ്റെ സ്വപ്നം കാണാനും ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മ പറഞ്ഞതനുസരിച്ചാണ് 6 മാസം ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഉടമ്പടി പത്രിക സൈൻ ചെയ്ത ആ നിമിഷം തന്നെ എന്തോ ഒരു വലിയ ഭാഗ്യം, എന്തോ ഒരു വലിയ നിധി കിട്ടിയ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ അൾത്താരയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ വിശ്വസ്തതാപൂർവ്വം ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് വെരിക്കോസിൻ്റെ അസുഖമുള്ളത് കൊണ്ട് 10 വർഷത്തിന് മേലെയായി എനിക്ക് മുട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മയുടെ അടുത്ത് വന്ന് മുട്ട് കുത്തിയതിന് ശേഷം എനിക്ക് പിന്നീട് മുട്ട് കുത്താൻ ഒരു പ്രയാസമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ച് എല്ലാ പത്രം വിതരണവും എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിച്ചു പോന്നു. 6 മാസം വരെ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. കൃത്യം 6 മാസം തികഞ്ഞ അന്ന്, അതായത് മാർച്ച് 28, 2024 മാർച്ച് 28 പെസഹ വ്യാഴാഴ്ച ചേട്ടൻ്റെ വലത് കാലിൽ ഒരു വേദന വന്നു, ശക്തമായ വേദന വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഞാനപ്പോൾ ഉടമ്പടി വസ്തുക്കളെ വെച്ച് പ്രാർത്ഥിച്ചു. ആൾ കിടന്നുറങ്ങി. 1 മണിയൊക്കെ ആയപ്പോഴത്തേനും കിടന്നുറങ്ങി. രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല. കാലങ്ങ് തളർന്നു പോയി. അന്ന് തന്നെ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി. ഡോക്ടർമാർക്ക് എന്താണെന്നൊരു ഒന്നും പിടികിട്ടിയില്ല. ആ അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോയി. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. മരുന്ന് ചെയ്തിട്ടും നീർക്കെട്ടാണെന്നൊക്കെ പറഞ്ഞ് മരുന്ന് ചെയ്തിട്ടും ഒരു കുറവും കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും കാല് പൂർണ്ണമായിട്ട് നീര് വെച്ചു. പിന്നെ ഭയങ്കര ശക്തമായ പനിയും വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ് അവർ വീണ്ടും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആളുടെ വയറ് വീർത്ത് വരാൻ തുടങ്ങി.
ഒരു ദിവസം രാത്രിയിൽ വയറ് അല്ലാതെ വീർത്ത് വന്ന് വയറ് പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ശക്തമായ പനി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ തകർന്നു പോയി. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്. ഞാൻ ഈശോയോട് അങ്ങനെ ചോദിച്ചു, ഇതെന്താ ഈ സഹനം, 1 മാസമായിട്ടും ഈ സഹനത്തിന് ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 1 പത്രോസ് 4:12-13 പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കാളിയാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കുമെന്ന വചനം കിട്ടി. ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ രോഗം ദൈവമഹത്വം കാണാൻ ഇടവരുമെന്ന് വിശ്വസിച്ച് അതിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു രാത്രിയിൽ, അത് ഏപ്രിൽ 27 വെളുപ്പിന് അർദ്ധരാത്രി, ശക്തമായ പനിയും വയറ് വീർത്ത് വന്ന് തലയും കൈയും കാലുകളും ഇട്ട് അടിച്ച് ആൾ മരിക്കും എന്നുള്ള ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനിയും സഹനത്തിന് വിട്ടുകൊടുക്കാതെ എൻ്റെ ചേട്ടൻ്റെ രോഗങ്ങളെല്ലാം എനിക്കിതായോ, ഞാൻ ഈ രോഗത്താൽ മരിക്കേണ്ടി വന്നാലും ഞാൻ ഈ രോഗം മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല. ചേട്ടന് പൂർണ്ണ സൗഖ്യം നൽകണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് മേല് മുഴുവൻ തുടച്ചു, തൈലം തൊട്ട് കുരിശ് വരച്ചു, ഒരു 5 തുള്ളി തേനെടുത്ത് വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈശോയുടെ 5 തിരുമുറികളുടെ യോഗ്യതയാൽ പൂർണ്ണ സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആ റൂമിലാകെ ഒരു സുഗന്ധാഭിഷേകം നിറഞ്ഞു. പരിശുദ്ധ അമ്മ വന്നു. അമ്മയുടെ സ്വരം ഞാൻ കേട്ടു. വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് അമ്മ പറഞ്ഞു. പറഞ്ഞതനുസരിച്ച് വെളുപ്പിന് 6 മണിയായപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ ടോയ്ലറ്റിൽ പോയി. ഒരുപാട് വയറിളകിപ്പോയി. അതോടെ വയറ് ചുരുങ്ങി, പനി വിട്ടുമാറി. അതിനുശേഷം ഇന്ന് വരെ ഒരു നീരുവിഷ പനി പോലും ചേട്ടന് വന്നിട്ടില്ല. ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവർ സിറോസിസ് ആണ്, ലിവറിൽ നീർക്കെട്ടാണ്. ആ നീർക്കെട്ട് ഇൻഫെക്ഷനായി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് ഒരു പനിക്കൊരു പാരസിറ്റമോളും പോലും കഴിക്കരുത്, ഒരു വയറുവേദന വന്ന ഒരു അരിഷ്ടം പോലും കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനൊരു മരുന്നും അവർ ചെയ്തുമില്ല. കാലിലെ നീർക്കെട്ടിന് അവർ വെള്ളം കുത്തിയെടുത്തിട്ട് ബയോപ്സി ചെയ്യാൻ വേണ്ടി വിട്ടിരുന്നു. ആ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ അന്നാണ് ബയോപ്സിയുടെ റിസൾട്ട് വന്നത്. അത് നെഗറ്റീവായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ സൗഖ്യം കിട്ടി. പക്ഷേ കാലിൻ്റെ അവസ്ഥയ്ക്ക് ഒരു തളർച്ചയും ആ നീരിനും ഇതിനും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ അന്ന് ഡോക്ടർ പറഞ്ഞു, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, കാലിന് എന്താണ് രോഗം എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഇനി ടെസ്റ്റുകളൊന്നും ചെയ്യാനില്ല, ഈ ടെസ്റ്റിലൊന്നും ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടണില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക്. അപ്പോൾ ചേട്ടൻ ആകെ പേടിച്ചു, ഞാനും കരഞ്ഞു. കാലിന് എന്താണാവോ അസുഖം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരയണ കണ്ടപ്പോൾ ചേട്ടനും കരഞ്ഞു. ചേട്ടനൊന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, 2 ദിവസം എനിക്ക് വീട്ടിലൊന്ന് കിടക്കണമെന്ന്, ഒരു ദിവസം എനിക്ക് വീട്ടിലൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് 2 ദിവസം വീട്ടിൽ കിടന്ന്, അതിൻ്റെ തൊട്ടടുത്ത ദിവസം മെയ് 29-ാം തീയതിയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ അവിടെ ടെസ്റ്റുകൾ ഓരോന്ന് ചെയ്ത് രോഗം കണ്ടുപിടിച്ചു. മെയ് 3-ാം തീയതി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു അപൂർവ രോഗം മൂലം കാല് തളർന്നു പോയി, ഇനി എഴുന്നേറ്റ് നടക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. അതോടൊപ്പം തന്നെ കാലിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ആ ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്ത് വാഷ് ചെയ്ത് ബയോപ്സിക്ക് അയക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പെട്ടെന്ന് അത് സ്പ്രെഡായ ആൾ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അത് ചെയ്തു. കുഴപ്പമൊന്നുമില്ലാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ 5-ാമത്തെ ദിവസം വീണ്ടും ഡോക്ടർ വന്നിട്ട് പറയാ, റീഓപ്പൺ ചെയ്യേണ്ടി വരും, വീണ്ടും സർജറി ചെയ്യേണ്ടി വരും, കാലിന് നീര് വീണ്ടും കൂടി വരാണ്, എന്താ എനിക്ക് ആകെ പേടിയാവുന്നെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ആ സമയം ഞാൻ ചേട്ടനെ സമർപ്പിച്ച് ആ കാലിൽ ഉടമ്പടി തൈലം തൊട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കളും കൊടുത്ത് അന്ന് പ്രത്യേകമായിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇനി ഈ കാലിൽ കത്തി വയ്ക്കാൻ അമ്മ അനുവദിക്കരുത്, പൂർണ്ണമായി സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു അതീവ സുന്ദരിയായിട്ടുള്ളൊരു കന്യാസ്ത്രീ കയറി വന്ന് ഞാൻ കാലിൽ കുരിശ് വരച്ചതുപോലെ തന്നെ സിസ്റ്റർ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉടനെ ചേട്ടനോട് പറയാ,
ചേട്ടൻ ഇങ്ങനെ കിടന്നാൽ പോരാ, ചാടി എഴുന്നേറ്റ എന്ന് പറഞ്ഞ വഴി ഇതുപോലെ തളർന്ന് കിടന്ന് ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാതെ കിടന്ന ആൾ ഒരു പാവ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്ന പോലെ അങ്ങ് എഴുന്നേറ്റിരുന്നു. ഞങ്ങളിത് എന്താണ് ഈ അത്ഭുതം, എന്ത് അത്ഭുതമായി കാണുന്നതെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് ഞാൻ കരയാനാണ് ചെയ്തത്. അത് കഴിഞ്ഞ് സിസ്റ്റർ കൈ പിടിച്ച് ചേട്ടനെ ആ റൂമിലങ്ങ് നടത്തി വീണ്ടും കൊണ്ടുവന്ന് ബെഡിലിരുത്തി. പിറ്റേ ദിവസം ഡോക്ടർ എന്നിട്ട് പോകാൻ സമയത്ത് സിസ്റ്റർ പറഞ്ഞു, വിഷമിക്കണ്ട, തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സിസ്റ്റർ അങ്ങ് പോയി. പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഇനി സർജറി വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ കാലിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മെയ് 13 ഞങ്ങൾക്ക് ഡിസ്ചാർജ് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ, ഈ തളർന്ന് കിടക്കുന്ന ആളെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? ഒന്ന് എഴുന്നേറ്റൊന്ന് ബാത്റൂമിലേക്ക് പോകാനുള്ള ഒരു ആരോഗ്യമെങ്കിലും തന്നെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ വിചാരിച്ചോളൂ. അപ്പോഴത്തേനും ഈ സിസ്റ്റർ വീണ്ടും വന്ന് ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് ചേട്ടൻ്റെ കാലിൽ മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ അങ്ങ് തടവുന്നതേ ഞാൻ കണ്ടുള്ളൂ. സിസ്റ്റർ തടവി കഴിഞ്ഞ വഴി പെട്ടെന്ന് ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയാ, മാതാവിൻ്റെ അടുത്ത് വന്നു, എന്നെ ഐസ് കൊണ്ട് തടവി, എൻ്റെ കാലിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയി, എൻ്റെ കാല് നീല കളറായി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കാലിലേക്ക് നോക്കിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സിസ്റ്ററെ കാണുന്നില്ല. അങ്ങനെ കാല് നോക്കുമ്പോൾ മറ്റേ കാല് പോലെ തന്നെയായി. ആ കാല് പിന്നെ സാവധാനം ചേട്ടൻ നടന്നു തുടങ്ങി. ഇപ്പം സുഖമായിട്ട് നടക്കും. 3 മാസമൊക്കെ ആയപ്പോഴത്തേനും ഡോക്ടർ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് കാലിന് വീണ്ടും ചേട്ടൻ നന്നായി നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു നവംബർ 20 അതങ്ങനെ ആ സൗഖ്യം. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഒരു നവംബർ 20 ആയപ്പോഴത്തേനും അന്ന് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയതാണ്. 3 ഡോക്ടേഴ്സിനെ കാണേണ്ടതുണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചേട്ടൻ റൂമിൽ നടന്ന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നിങ്ങളൊരു അത്ഭുത മനുഷ്യനാണ്, നിങ്ങളിങ്ങനെ നടന്ന് വരണം, ചേട്ടൻ ഇങ്ങനെ നടന്ന് വരണത് കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി വീട്ടിൽ വന്നതാണ്. അന്ന് രാത്രിയിൽ ചേട്ടൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകാൻ തുടങ്ങി. ചേട്ടൻ ആ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ബ്ലഡ് ലൂസാവാനുള്ള ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. ആ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ബ്ലീഡിങ് നിന്നില്ല. ബ്ലഡ് എല്ലാം പോയി, ആൾക്ക് ടാപ്പ് തുറന്നിട്ടതുപോലെ ബ്ലഡ് പോയിരുന്നത്. ബ്ലീഡിങ് കൂടി ആൾ കുഴഞ്ഞു വീണു, ഒരനക്കമില്ലാതെ തളർന്ന് തണുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനും എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് കൊണ്ടുപോകാനായിരുന്നോ, എൻ്റെ ചേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തിയത് ഇങ്ങനെ കൊണ്ടുപോകാനായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടിക്ക് ആശുരൂപം ഊരി കഴുത്തിലിട്ടുണ്ടായിരുന്നു, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ഒരു സ്വരം ഞാൻ കേൾക്കാം, നീ ആ കയ്യിലേക്ക് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴാണ് ഞാൻ ചേട്ടൻ്റെ കയ്യിലേക്ക് നോക്കണേ. ചേട്ടൻ്റെ കഴുത്തിൽ കിടന്ന ഉടമ്പടിക്ക് ആശുരൂപവും ക്രൂശിത രൂപവും മുറുകെ പിടിച്ചേക്കായിരുന്നു. അപ്പം ഞാൻ അപ്പോഴാണ് മനസ്സിലായത് ചേട്ടനെ. എന്നിട്ട് ഞാൻ അതും പിടിച്ചൊന്ന് വലിച്ചു നോക്കിയപ്പോൾ ആ പിടിയൊന്ന് മുറുക്കി. കഥ കഴിഞ്ഞ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയണത്, എൻ്റെ കാല് മരയിക്കണമെന്ന് പറഞ്ഞു. ആ സമയം ഞാൻ ഓടിച്ചെന്ന് മാതാവിന് നന്ദി പറഞ്ഞു. കണ്ണു തുറന്ന് സംസാരിക്കാറായപ്പോൾ ചേട്ടൻ പറയുന്നത്, ഞാൻ ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് താഴ്ന്നു പോയി, എവിടെയോ എനിക്കൊരു പിടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കൈയിലും പിടിച്ച് ആരോ പൊക്കിയെടുത്ത് ഇട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അത് പൈൽസ് പൊട്ടി ബ്ലഡ് പോയതായിരുന്നു. ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ബ്ലീഡിങ് നിൽക്കാതായതാണ്. ബ്ലഡ് മുഴുവൻ പോയി. അത് മരണത്തിൻ്റെ വക്കിൽ നിന്ന് അങ്ങനെയും ചേട്ടനെ രക്ഷിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അതിൽ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ 10 രാത്രിയിൽ തന്നെ ചേട്ടന് നെഞ്ചുവേദന എന്ന് പറഞ്ഞു. ഞാൻ വേഗം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളെല്ലാം എടുത്ത് ഉപയോഗിച്ചു. തൈലം തൊട്ട് കുരിശ് വരച്ചു, ഉപ്പിട്ട് വെള്ളം കൊടുത്തു, തേനെടുത്ത് വായിൽ ഒഴിച്ചു കൊടുത്തു, ഉടമ്പടിക്ക് ആശുരൂപം കഴുത്തിലിട്ട് കൊടുത്തു. പെട്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു 2 ബ്ലോക്ക് ഉണ്ട്, അതിൽ ഒരു ബ്ലോക്ക് നമുക്ക് ആൻറ്റിപ്ലാസ്റ്റി ചെയ്യാം, മറ്റേ ബ്ലോക്ക് ഹാർട്ടിനോട് ചേർന്നാണ്, അതിൽ നിന്ന് ബ്ലഡ് ലീക്ക് ഉണ്ട്, അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ തൊടില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ ആംബുലൻസ് മാർഗം ഞങ്ങൾ എറണാകുളം ലിസിയിൽ എത്തിച്ചു. ലിസിയിൽ ചെന്ന്
ഒരു സൈഡിലെ ബ്ലോക്ക്, റൈറ്റ് സൈഡിലെ ബ്ലോക്ക് ആൻറ്റിപ്ലാസ്റ്റി ചെയ്തു. ലെഫ്റ്റ് സൈഡിലെ ബ്ലോക്ക് ഡോക്ടർ പറയണത് ബൈപ്പാസ് സർജറി ചെയ്താൽ പോലും അത് റിസ്ക്കാണ്, ചെയ്യാൻ പോലും റിസ്ക്കാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു 6 മാസം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം നോക്കി. 5-ാമത്തെ മാസം വന്നപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞു വിട്ടു. 5-ാമത്തെ മാസം വന്നപ്പോഴത്തേനും ചേട്ടന് മെയ് മാസത്തിൽ ഒരു ശ്വാസതടസ്സം പോലെ വന്നു. പെട്ടെന്ന് ഞങ്ങൾ ഈ അറ്റാക്കിൻ്റെ പോലെ തന്നെ ആയിരിക്കും എന്ന് ഓർത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബെറ്ററായി എന്നാണ് പറഞ്ഞത്. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് കൃപാസനത്തിലേക്ക്. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പോയി. ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നതായിരുന്നു. അന്ന് അലക്സച്ചൻ പറഞ്ഞു ഒരു സാക്ഷ്യം കൂടിയും കിട്ടാനുണ്ട്, അതും കൂടി കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അത് ഈ ഹാർട്ടിൻ്റെ സൗഖ്യമായിരുന്നു. അത് ആ സൗഖ്യം അറിഞ്ഞത് മെയിലായിരുന്നു. കഴിഞ്ഞ ഈ സർജറി കഴിഞ്ഞ് ജൂൺ മാസം ആയപ്പോഴത്തേനും വലത് കണ്ണിലെ കാഴ്ച പോയി. അതിന് ഞങ്ങളൊരു 10 ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ പ്രഷർ കൂടിയിട്ട് കണ്ണിലെ ഞരമ്പ് പൊട്ടി, ഞരമ്പെല്ലാം ബ്ലഡ് ബ്ലോക്കായി കിടക്കുകയാണ്, ഇനി ആ കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞതാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഡിസംബർ 7-ാം തീയതി ഒരു ഏറെ പ്രതീക്ഷയോടുകൂടി ആലുവയിൽ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി, കണ്ണിൻ്റെ ഡോക്ടറുടെ അടുത്ത്. ആ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത്, ചേട്ടൻ്റെ റിപ്പോർട്ടുകളെല്ലാം കണ്ട് ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ ഭാഗ്യവാനാണ്, യു ആർ ലക്കി മാൻ, ജീവിതകാലം മുഴുവനും നിങ്ങൾ വീൽ ചെയറിൽ കഴിയേണ്ട ഒരു രോഗമായിരുന്നു നിങ്ങൾക്ക് വന്നത്, നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ ഒരു ഭാഗ്യം തന്ന ദൈവത്തിന് നിങ്ങൾ നന്ദി പറയൂ, ഒരു കണ്ണല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞു വിട്ടു. ശേഷം പിന്നെ ഇടത് കണ്ണിന് മങ്ങൽ വന്നു. അങ്ങനെ ഞങ്ങളിവിടെ കഴിഞ്ഞ ജൂലൈയിൽ വന്ന് ജോസഫച്ചനെ കണ്ട് ജോസഫച്ചൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഭാഗികമായിട്ടുള്ള കാഴ്ച കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ബൈബിൾ വായിക്കാനുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ചേട്ടന് സൗഖ്യം കിട്ടിയത്. വചനം വായിക്കാനുള്ളൊരു കാഴ്ചശക്തി ചേട്ടന് കൊടുക്കണമെന്നായിരുന്നു. അതിൻ്റെ ഇപ്പോൾ നന്നായി എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, കാരുണ്യപ്രവൃത്തി പത്രം വിതരണം ചെയ്യും. എനിക്ക് കിട്ടിയ ഈ സാക്ഷ്യം, ഈ അനുഗ്രഹങ്ങൾ ഞാൻ കണ്ടുമുട്ടുന്നവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൃപാസന മാതാവാണ് എൻ്റെ ചേട്ടനെ എനിപ്പിച്ച് നടത്തിയതും ഒരു 4 പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിച്ചതാണ്. പിന്നെ രോഗികളെ സന്ദർശിക്കും, അനാഥ ഇങ്ങനെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ കാണാൻ അവിടെ പോകാനും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി സഹായം ചെയ്യാനും രോഗികളുടെ അടുത്ത് പോകുമ്പോൾ നേർച്ച വസ്തുക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഒരു 4 പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കാമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എനിക്ക് പെട്ടെന്ന് എൻ്റെ രോഗവിവരങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രാത്രി ഒരു 12 മണി 1 മണിയായി ഉണ്ടാവും. മാതാവ് ഒരു സിസ്റ്റർ രൂപത്താണ് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ കാലൊക്കെ നീര് വന്ന് ആ വീർത്തും മുട്ടി കിടക്കായിരുന്നു. എനിക്കാനൊന്നും വയ്യാണ്ട് കിടക്കായിരുന്നു. ഫസ്റ്റ് വന്ന് എന്നെ തട്ടി പിടിച്ചു. എൻ്റെ കാലിന്മേൽ തഴി തടഞ്ഞു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് കാലിന്മേൽ നീരാണ് പോയി. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ഒരാഴ്ചയോളായുണ്ട്, കിടന്ന കിടപ്പായിരുന്നു. എന്ന് പറഞ്ഞു ചേട്ടൻ എണീറ്റേന്ന് പറഞ്ഞു. ഞാൻ വേഗം ചാടി എണീറ്റ് പറഞ്ഞു ഇന്ന് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ താഴേക്ക് എന്നെ കൈപ്പിടിച്ച് ഇടയ്ക്ക് സിസ്റ്റർ എന്നെ പതുക്കെ നടത്തിച്ചിട്ട് എന്നെ ബെഡിലേക്ക് കയറ്റി കിടത്തി. അത് കഴിഞ്ഞ് സിസ്റ്ററോട് പോയി. പക്ഷേ സിസ്റ്റർ ആ നേരത്തെ സിസ്റ്ററോട് വരാൻ വഴിയില്ല. ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ സിസ്റ്റർ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരത്ത് വന്നത് മാതാവായിരുന്നു. എൻ്റെ അടുത്ത് നേരത്തെ വന്ന് എന്നെ തൊട്ട് തലോടിയതും എന്നെ വിളിച്ച് ഉണർത്തിയതും. അത് ഞാൻ മാതാവിന് 1000 ആദ്യം നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത എന്താണ് പറയേണ്ടത് എനിക്കെന്നെ അറിയില്ല. ഞാൻ തളർന്നു പോയ എന്നെ ഇന്ന് ഇതിലേക്ക് എത്തിച്ച മാതാവിനും തിരുകുമാരനും 1000 ആദ്യമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം കൃപാസന മാതാവിൽ ഒട്ടും വിശ്വാസം ഇല്ലാതിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. 2023 എൻ്റെ അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, കൊന്ത ചൊല്ലണം. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, ഒരാളെ നിർബന്ധിച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യിപ്പിക്കണ്ടേ.
അതെനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യുമ്പോഴല്ലേ അതിന് കാര്യമുള്ളൂ. അമ്മ കുറേ നിർബന്ധിച്ച് ഞാൻ ചെയ്യുമ്പം എനിക്കത് ഞാൻ എന്തിനോ അമ്മയുടെ പേടിച്ചിട്ട് ചെയ്യുന്ന പോലെ ആവും. ഒരാളെ വിശ്വാസത്തിൽ എത്തിക്കണമെങ്കിൽ ദൈവം അതിനോടൊരു കൃപ കൊടുക്കണം, ഒരാളെ വിശ്വാസത്തിലേക്ക് എത്തിക്കണമെങ്കിൽ. അപ്പം ഞാൻ അമ്മയോട് അത് പറയുമായിരുന്നു. അപ്പം ഞാൻ നഴ്സിംഗ് 4th ഇയർ പഠിക്കുന്ന സമയത്താണ് അമ്മ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ നഴ്സിംഗിൽ പ്രാക്ടിക്കലിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഉടമ്പടി പത്രങ്ങൾ രോഗികളായിട്ട് കിടക്കുന്നവരും ബൈസ്റ്റാൻഡേഴ്സ് ആയവരൊക്കെ എനിക്ക് തരുമായിരുന്നു. അപ്പം ഞാനത് സ്വീകരിക്കും, ഞാൻ വായിക്കുകയോ അതിൽ ഒത്തിരി വിശ്വാസം കാണിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ഭക്തിയാണ്, പ്രത്യേകതരം പ്രാർത്ഥനകളും കാര്യങ്ങളും. പിള്ളേർ അത്രയും നാളും പ്രാർത്ഥിക്കാത്ത പിള്ളേർ റൂമിലെല്ലാവരും ഒന്നിച്ചിരിക്കും, ജപമാല ചൊല്ലും, ഭയങ്കര പ്രാർത്ഥന. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു റേച്ചൽ എന്ന് പറഞ്ഞ കൊച്ച്, ആ കൊച്ചിൻ്റെ അമ്മ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ കൊച്ച് എപ്പോഴും ഞങ്ങൾക്ക് ഉടമ്പടി തേനും ഉപ്പും കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രാർത്ഥന, ഉടമ്പടി തേനും ഉപ്പുമൊക്കെ കഴിക്കുമായിരുന്നു. അത് വിശ്വാസത്തോടെയല്ല. കൃപാസന മാതാവിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് പോലുമില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. മാതാവിൻ്റെ കളർ ഗ്രേ ആണെന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു. മാതാവ് എങ്ങനെയൊക്കെയോ എന്നെ എക്സാം പാസ്സാക്കി. എൻ്റെ കഴിവിലല്ല, പക്ഷെ അത് തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു, പാസ് ഔട്ടായി. കുറച്ച് മാസങ്ങളോളം വീട്ടിൽ വെറുതെ ഇരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു നിയോഗം പോലെ ബൈബിൾ എഴുതാൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ബൈബിൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ജോലി വേണം, എല്ലാവരും പഠിച്ചിറങ്ങി നഴ്സിംഗ് കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നഴ്സിംഗ് എടുത്തത്. അപ്പോൾ പഠിച്ചിറങ്ങി കുറച്ച് കാലം കഴിഞ്ഞു, എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ നിയോഗം ബൈബിൾ എഴുത്തിലൂടെ എനിക്ക് ജോലി കിട്ടണം എന്നായിരുന്നു. പക്ഷെ 2 മാസം ബൈബിൾ എഴുതി കഴിഞ്ഞു, ജോലി കിട്ടി. 2 മാസം ഞാൻ ജോലിക്ക് പോയി. അപ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിൽ ജർമ്മൻ പഠിക്കണം. അപ്പോൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഞാൻ മൈസൂർക്ക് പോയി. അജ്നോറ വഴി മൈസൂർ ചെന്നൊരു 8 മാസത്തെ കോഴ്സായിരുന്നു. അപ്പോൾ A1 ഒക്കെ എത്തിയപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാത്ത ലാംഗ്വേജ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് പാസ്സായാൽ മതി. അപ്പോഴേ നമ്മുടെയും കഷ്ടപ്പാട് കണ്ടിട്ട് നിൽക്കാൻ വയ്യ. വല്യപ്പച്ചനാണ് പഠനത്തിലൊക്കെ സഹായിക്കണം. അപ്പോൾ വല്യപ്പച്ചൻ്റെ ആഗ്രഹം ഞാൻ ജർമ്മൻ പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ജർമ്മൻ പഠിക്കാൻ പോയി. ആദ്യത്തെ മാസം A1 എത്തി. A1 A2 B1 B2 ഇത്രയും 4 ഇത് എനിക്ക് കടന്നു കിട്ടണം. A1 ഒക്കെ എത്തിയപ്പോൾ ഭയങ്കര കൊന്തകളിൽ കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാവണം എന്നുള്ള രീതിയിൽ. പക്ഷേ A1 A2 B1 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി. ഞാൻ ജർമ്മൻ സംസാരിക്കുന്നതിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് എൻ്റെ പിള്ളേർ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ്, എനിക്ക് എങ്ങനെ സംസാരിച്ചാലും കിട്ടും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ആ സമയത്തുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മ ഉടമ്പടിയിലാണ്. അപ്പോൾ B1 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിൻ്റെ ആ ദിവസം എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് കണ്ണ് തുറക്കാൻ പോലും വയ്യ. ഞാൻ ഇന്നലെ തലേദിവസമൊക്കെ പ്രിപ്പയർ ചെയ്ത സംഭവം പിറ്റേ ദിവസം എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര സങ്കടത്തിലായിപ്പോയി. എനിക്ക് തലവേദന എടുത്ത് തല പൊക്കാൻ വയ്യ, വെളിച്ചത്തോട്ട് എനിക്ക് നോക്കാൻ വയ്യ. മൈഗ്രെയിനിൻ്റെ പോലെ, എനിക്കിതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല, വന്നവർ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ എനിക്കൊരു തലവേദന വന്നു. അപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് കഴിച്ചു. ഞാൻ കിടന്നുറങ്ങി ഞാൻ എഴുന്നേൽക്കുമ്പോൾ കറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകേണ്ട സമയമാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. അമ്മ കൃപാസന മാതാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മ എപ്പോൾ പ്രാർത്ഥിച്ചാലും കണ്ണുനീരാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. എന്നാലും എൻ്റെ അഹങ്കാരം, ഞാൻ കൃപാസന മാതാവിനെ അറിഞ്ഞിട്ടില്ല ആ സമയത്തും. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും ഞാൻ പറയുന്നത് ഒരാളെ എന്തിനാണ് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത്? എൻ്റെ ഇടവക പള്ളിയിലെ മാതാവാണ്, ഞാൻ കുഞ്ഞിലെ തൊട്ട മാതാവിനോടാണ് സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ. പ്രാർത്ഥിക്കാൻ എനിക്ക് ജപമാല ചൊല്ലാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ ഈശോയോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കാൻ നോക്കും. ചില സമയത്തൊക്കെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനൊരു പ്രാർത്ഥനയായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര പ്രാർത്ഥന. അത് കഴിഞ്ഞ് B2 എത്തി. B2വിൻ്റെ OSD എക്സാം എന്ന് പറഞ്ഞൊരു എക്സാമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പം ഞങ്ങളുണ്ടായിരുന്ന മൈസൂരുണ്ടായിരുന്ന സെൻറ്ററും OSD സെൻറ്റർ ആയതുകൊണ്ട് അവർ നിർബന്ധിച്ച് OSD എക്സാം തന്നെ എഴുതണം. അതിന് മുന്നേ 2-3 എക്സാം കഴിഞ്ഞു. 60 പേരിലാകെ 1-2 പേരൊക്കെ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട്, എഴുതി കഴിഞ്ഞാൽ തോറ്റുപോയി 23, 25, 25,000 രൂപയോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു എനിക്കിത് എഴുതണം എന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല സുബി, നിന്നെക്കൊണ്ട് പറ്റും, നീയേ നല്ലപോലെ സംസാരിക്കുന്നുള്ളൂ, നിന്നെക്കൊണ്ട് പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെക്കൊണ്ട് പറ്റുമായിരിക്കും, എന്നാൽ എഴുതി നോക്കാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അപ്പോഴും എനിക്കുണ്ടായി. എക്സാമിൻ്റെ ദിവസമായി, ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. ഞാൻ അപ്പോഴും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കൂടെ ഒരു ഷീന എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു. പുള്ളിക്കാരി ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ ഞാൻ ഉപ്പ് കയ്യിൽ കൊണ്ടുപോയി. പക്ഷേ എക്സാം ഹാളിൽ ഇടാനൊക്കെ എനിക്ക് മടിയായിരുന്നു. കാരണം ഞാൻ കൃപാസന മാതാവിൽ അത്ര വിശ്വാസമുള്ള ആളല്ല. അപ്പം ഞാൻ ഉപ്പിട്ട് ഒന്നും പ്രാർത്ഥിച്ചില്ല. ഉപ്പെൻ്റെ കയ്യിലുണ്ട്, ഞാനത് വായിൽ രാവിലെ കഴിച്ചിട്ടാണ് എക്സാം ഹാളിലേക്ക് പോയത്.
അപ്പം 14-15 എനിക്ക് എക്സാം. ആ എക്സാമിന് നടക്കണ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് പാസ്പോർട്ട് വേണമെന്ന് എക്സാമിന് കൊണ്ടുപോകുമ്പോൾ പാസ്പോർട്ട് വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ പാസ്പോർട്ട് വീട്ടിലിരിക്കുകയാണ്, ഞാനിരിക്കുന്നത് മൈസൂരാണ് എൻ്റെ എക്സാം നടക്കണേ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്കിതുപോലെ പാസ്പോർട്ട് ഇല്ല, വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വെച്ച് എഴുതാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു ആധാർ കാർഡ് വെച്ച് എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് ഉറപ്പില്ല, നമുക്കത് ചോദിക്കണം, എക്സാമിനേറ്റേഴ്സിനോട് ചോദിക്കണം. അപ്പം പെട്ടെന്ന് ഈ സാറ് വേറൊരു എൻ്റെ കൂടെ പഠിക്കുന്ന മറിയം എന്ന് പറഞ്ഞ കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയം പെട്ടെന്ന് പറഞ്ഞു, നിൻ്റെ കൂടെ നാട്ടിലുള്ളൊരു ചേച്ചി ശില്പ, ചേച്ചി നാട്ടിലുണ്ട്, ചേച്ചി നാളെ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്, അപ്പോൾ അപ്പയോടെ പാസ്പോർട്ട് പുള്ളിക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ശില്പ ചേച്ചിനെ വിളിച്ചു. ശില്പ ചേച്ചി പറഞ്ഞു ഞാൻ കൊണ്ടുവരാൻ കുഴപ്പമില്ല. അപ്പം അമ്മ എന്നോട് പറയുന്നുണ്ട് മാതാവാണ് ഇതിലകത്ത് നിന്നത്, മാതാവാണ് പാസ്പോർട്ട്, അല്ലെങ്കിൽ അത്രയും സമയം ആ സാറിനറിയില്ല എൻ്റെ വീട് പാലക്കാടാണ്, എൻ്റെ കൂടെ പഠിക്കുന്ന ചേച്ചി ശില്പ, ആ ചേച്ചിയുടെ വീട് പാലക്കാടാണ്, ഒരേ ടൗണാണ്, ഒരേ സിറ്റിയാണ്, അടുത്തടുത്താണ്. ഇതൊന്നും ആ സാറിനറിയില്ല. ആ സാർ എങ്ങനെ അത് അറിഞ്ഞു ആ ചേച്ചി അവിടെ ഉണ്ടായി, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ അമ്മ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല കൃപാസന മാതാവാണ് അതൊക്കെ ചെയ്തതെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല, എന്നാലും എനിക്കൊരു വിശ്വസിക്കാനൊരു മടി, ഇത്ര നാൾ വിശ്വസിച്ചിട്ടുണ്ടായില്ലല്ലോ, അതുകൊണ്ട് വിശ്വസിക്കാനൊരു മടി. അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടി, ഞാൻ എക്സാം എഴുതി. അത്രയും നല്ലപോലെ സംസാരിക്കുന്ന ഞാൻ ആ എക്സാമിന് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വെറുതെ ചെന്നിരുന്നു. എക്സാമിനേറ്റേഴ്സ് എന്തോ ചോദിച്ചു, ഞാൻ യാ 9 ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സെൻറ്റൻസ് മൊത്തത്തിൽ പറയാൻ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ അതുപോലെ ടെൻഷൻ അടിച്ച എക്സാം വേറെ ഇല്ല. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എക്സാമിന്. ആ എക്സാം എഴുതി, എനിക്കറിയായിരുന്നു ഞാൻ പാസ്സാവില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു, റിസൾട്ട് ആവാറായി. അപ്പോൾ മിക്കവാറും പിള്ളേർക്കെല്ലാം മനസ്സിലായി ഏകദേശം എല്ലാവരും തോക്കും, അപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകണമെന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു തിരിച്ച് വന്നാലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ. പിള്ളേരെല്ലാം തിരിച്ച് മൈസൂർക്ക് പോയി, ഞാൻ എന്നാലും പോയില്ല. ഞാൻ വീട്ടിലിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു. അവരെ ഹോളിൽ കയറ്റി. അപ്പോൾ അവർ മെസ്സേജ് അയക്കുന്നുണ്ട്, എടി ഹോളിൽ കയറ്റി, ഇപ്പോൾ റിസൾട്ട് പറയുമായിരിക്കും. അപ്പം തൊട്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥന, കൃപാസന മാതാവിനെ വിളിക്കുന്നു, ഈശോയെ വിളിക്കുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, ബൈബിൾ എഴുതുന്നു. ബൈബിൾ ഇംഗ്ലീഷാണ് എഴുതേണ്ടത്. അമ്മയ്ക്ക് പള്ളിയിൽ നിന്ന് കൊടുത്താണ് ഇംഗ്ലീഷ് ബൈബിൾ ഇത്ര അധ്യായം എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ബൈബിൾ എഴുതി. അപ്പോൾ എനിക്കത് വായിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവണില്ല മലയാളം ബൈബിൾ പോലെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു മനസ്സിലാവാണ്ട് എഴുതിയിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ പിന്നെ കുറച്ച് വിശ്വാസ പ്രമാണം എത്രയും ദേവളമാതാവും കൂടെ ചൊല്ലാം, എന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഞാൻ എഴുതിയത് നെഹമിയാണ്. നെഹമിയ മൊത്തം ഞാൻ ആ ചാപ്റ്റേഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു ആ ദിവസങ്ങളിൽ, 2 ദിവസം കൊണ്ട്. എന്നിട്ട് ഞാൻ ആദ്യത്തെ ദിവസം റിസൾട്ട് വന്നില്ല, പറഞ്ഞില്ല. പിറ്റേ ദിവസം റിസൾട്ട് പറയാൻ വേണ്ടി അവർ പിന്നെയും എക്സാം ഹോളിൽ കയറ്റി. അപ്പോൾ തൊട്ട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം, എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ തോറ്റോന്ന്. അപ്പോൾ കൃപാസനത്തെ മാതാവിൻ്റെ ഒരു കുഞ്ഞ് 2 ഫോട്ടോ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ 2 പേരുടെ രൂപങ്ങൾ കണ്ടുവന്നു. അതിൽ ആദ്യത്തെ കൊച്ചിനെ എനിക്ക് നല്ലപോലെ അറിയാം, എൻ്റെ കൂടെ പഠിക്കുന്ന രേവതി എന്ന് പറഞ്ഞ കൊച്ചാണ്. രണ്ടാമത്തെ ആളെ എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കുറച്ച് സമയം കണ്ടുള്ളൂ, പെട്ടെന്ന് പോയി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോട്ടോ ഇതിനകത്ത് തെളിഞ്ഞു വന്നിട്ടില്ല, ആകെ 2 പേരുടെ ഫോട്ടോയിൽ തെളിഞ്ഞു വന്നില്ല. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇവർ 2 പേരായിരിക്കും ചിലപ്പോൾ പാസ്സാവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ചപ്പോൾ എൻ്റെ മുന്നിൽ എഫ് എന്നുള്ള ലെറ്റർ വരണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പാസിന് പി അല്ലേ വരണ്ടേ, ഇത് എഫ് ആണല്ലോ, അപ്പോൾ ഞാൻ തോറ്റൂല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എടി നിനക്ക് കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, വേറെ 2 പേരെ ജയിച്ചുള്ളൂ നമ്മുടെ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാ? അപ്പോൾ പറഞ്ഞു രേവതിയും കതിർ എന്ന് പറഞ്ഞ കൊച്ചാ ജയിച്ചേ. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി കൃപാസന മാതാവ് ഇതിൽ കട്ടയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ട്. കാരണം ഒട്ടും വിശ്വാസമില്ലാത്ത എന്നെ കൃപാസന മാതാവിനെ കൊണ്ട് വിളിപ്പിച്ച് ഫോട്ടോയിൽ രൂപം കളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുക്കണം. ഇത്രയും ഞാൻ ഇത് അത്ഭുതമാണോ എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ നിന്നോ ഇങ്ങനെയൊക്കെ ആവോ എന്നെൻ്റെ എൻ്റെ മനസ്സിൽ ചിന്തയായിരുന്നു. പക്ഷേ എന്നാലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. ആ സമയത്തിൽ തിരിച്ച് മൈസൂർക്ക് പോകേണ്ടി വന്നു. മൈസൂർ എന്നപ്പോൾ അവർ പറഞ്ഞു പാസ്സാത്തവരെല്ലാവരും B1 വരെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എഴുതി. അപ്പോൾ അവർ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, 6 ലക്ഷത്തോളം നമ്മൾ കാണിച്ചിട്ട് ബാലൻസ് ബ്ലോക്ക് എമൗണ്ട് കാണിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. ആ സമയത്ത് ഒരു ഫ്ലേഗ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ടെൽക്കിൻ്റെ ഒരു ബുക്കൊക്കെ അവർ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുന്നോട്ട് പോകും തോറും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല.
എനിക്ക് ഭയങ്കര സങ്കടം, ഞാൻ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അമ്മേനെ വിളിച്ച് ഞാൻ കരഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെ ആരും നിർബന്ധിച്ച് ജർമ്മനിയിലേക്ക് ഇന്നതുപോലെ പോകണം എന്ന് ഞങ്ങൾ പറഞ്ഞു വിടില്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, എനിക്കിതിനകത്ത് നിൽക്കാൻ പറ്റണില്ല, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. അന്ന് തൊട്ട് ഞാൻ കൃപാസന മാതാവിനോട് ഭയങ്കര പ്രാർത്ഥന കേട്ടോ. അപ്പോൾ എനിക്ക് നീല മെഴുതിരിയും പച്ച മെഴുതിരിയും ഒന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഒരു മെഴുതിരി കത്തിച്ചിട്ട് ഒരു മാതാവിൻ്റെ കുഞ്ഞൊരു ഫോട്ടോ ഉണ്ട്, ആ രൂപത്തിന് മുമ്പിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനായിട്ട് ഇതിൽ നിന്ന് പിന്മാറില്ല, പക്ഷെ അവരായിട്ട് ആ മാനേജ്മെൻറ്റായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ സംഭവം എടുത്ത് കളയുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറാം. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മാനേജ്മെൻറ്റായിട്ട് വന്ന് പറഞ്ഞു, ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾ എടുത്ത് കളയാൻ പോവാണ്. പല പിള്ളേർക്കും അതിൽ കൺഫ്യൂഷൻ, പലർക്കും താല്പര്യമില്ല, 6 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് 31/7/2025 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ തൊട്ട് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്, പിന്നെ നെഗറ്റിവിറ്റി ഒന്നുമില്ല, ഭയങ്കര പോസിറ്റിവിറ്റി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ടെൽക്ക് എന്ന് പറഞ്ഞൊരു എക്സാം, OST ആണ് ഞാൻ ആദ്യമേ എഴുതിയത്, അതെനിക്ക് കിട്ടിയില്ല. ടെൽക്ക് എന്ന് പറഞ്ഞൊരു എക്സാം എഴുതാം. അപ്പോൾ എല്ലാത്തിനും പാറ്റേണിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ OSTനെ പോലെ എല്ലാ ടെൽക്കുള്ളത്. അപ്പോൾ എനിക്ക് ടെൽക്കിന് ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ എൻ്റെ അനീത്തി അവിടെ മൈസൂരുണ്ടായിരുന്നു, അവൾ B1 കയറാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ നിർത്തിയിട്ട് വരികയാണ്, ഇവിടെ OST മാത്രമേ എഴുതിപ്പിക്കുള്ളൂ, അതെനിക്ക് കിട്ടുമെന്ന് തോന്നണില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തിരുവല്ലയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ അങ്ങോട്ടേക്ക് വന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, എനിക്കിതുപോലെ B2ൻ്റെ ട്രെയിനിങ് തന്നാൽ മതി, എക്സാമിനുള്ള ട്രെയിനിങ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവല്ലയ്ക്ക് പോയി. മാതാവ് എല്ലാം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ മൈസൂരുണ്ടായിരുന്ന സമയത്ത് ഒത്തിരി ദൂരെയാണ് പള്ളി. അപ്പോൾ എനിക്ക് ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാനായിട്ട് ചില സമയത്ത് തോന്നാറില്ല. കുമ്പസാരമൊക്കെ ഭയങ്കര 1 മാസം 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ കുമ്പസരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തിരുവല്ലയിലോട്ട് ഞാൻ മാറിയ സമയം തൊട്ട് മാതാവ് എല്ലാം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ നിന്നതൊരു കോൺവെൻറ്റിലാണ്, കോൺവെൻറ്റിൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. തിങ്കളാഴ്ച കോൺവെൻറ്റിലാണ് കുർബാന. അച്ഛൻ ഭയങ്കര ഒരു നല്ലൊരു അച്ഛൻ, അച്ഛൻ്റെ അടുത്ത് കുമ്പസരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ വേഗം ഓടി വന്നിരുന്ന് തരും. അതുപോലെ അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ, ചിലപ്പോൾ 1 ആഴ്ച കൂടുമ്പോൾ എനിക്ക് എപ്പോഴാണോ ഭയങ്കരമായിട്ട് കുറ്റബോധം മനസ്സിൽ വരുന്നത്, എനിക്കൊന്ന് കുമ്പസരിച്ചാൽ മതി എന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് പോയി നിന്ന് കുമ്പസരിക്കാം. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. അടുത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നടന്നു പോകുന്നത്ര ദൂരം. എല്ലാം കൊണ്ട് മാതാവ് എനിക്ക് ഭയങ്കര നല്ലൊരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, മാതാവിന് ഇടയ്ക്ക് സ്വപ്നം കാണും. ആദ്യത്തെ ദിവസം ഒരു സ്വപ്നം കണ്ടത് ഓഗസ്റ്റ് മാസമാണ്. ആ മാതാവ് ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആകാശത്തൊരു നീല ഡ്രസ്സും റെഡ് കളറ് തലയിൽ മൂടിയിട്ടിട്ടുണ്ട്. അപ്പം 2 മാലാഖമാർ മാതാവിൻ്റെ തലയിൽ ഒരു പവിഴം പോലൊരു സംഭവം കൊണ്ടൊരു കിരീടം വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതല്ലാതെ പിന്നെ ഞാൻ ഡാനിയലച്ചൻ്റെ സ്പീച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ ഡാനിയലച്ച് പറയുന്നുണ്ട്, വിലാപത്തിന് പകരം സ്തുതികളുടെ സ്വസ്ത്രങ്ങൾ നാവിൽ വരും, അങ്ങനെ എന്തോ ഒരു സെൻറ്റൻസ് അച്ഛനൊരു വചനം കോട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു സ്പീച്ച് കേട്ടിട്ടാണ് ഞാൻ കിടന്നത്. ഞാൻ കേട്ടുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ഉറങ്ങിയ സമയത്ത് രാത്രി പകുതി മയക്കത്തിൻ്റെ സമയത്തിൽ എനിക്ക് തലയിൽ ഭയങ്കര സൗണ്ട്, ഭയങ്കര വൈബ്രേഷൻ. ഞാൻ മൊത്തത്തിൽ കിടന്ന് വിറക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ലീപ്പ് പാരലിസിസ് ആയിരിക്കുമോ, കാരണം നഴ്സിംഗ് പഠിച്ച എല്ലാവർക്കും ഭയങ്കര ഡൗട്ട്സ് ആയിരിക്കും, എന്തെങ്കിലും ഒരു പല്ലുവേദന വന്നാൽ ക്യാൻസർ ആയിരിക്കുമോ എന്ന് പറയുന്ന പോലെ എനിക്ക് രാത്രി ഇതുപോലെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്ലീപ്പ് പാരലിസിസ് ആയിരിക്കുമോ. അപ്പോൾ ഞാൻ കണ്ണ് തുറന്നു, പക്ഷെ എനിക്കൊന്നും അനക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കാശുരൂപം ഇങ്ങനെ പിടിച്ചിട്ടാണ് കിടക്കണേ. അപ്പം മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ കണ്ണടച്ചു, ഭയങ്കര മുറുക്കം ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്. ഞാൻ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് ദൈവത്തിന് സ്തുതിക്കണ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി, ഈശോയ്ക്ക് സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, നീ സംസാരിക്കുക, നീയും സ്തുതിക്ക്. അപ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു കണ്ണ് തുറക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, കണ്ണ് തുറന്നാൽ ഞാൻ മരിച്ചു പോവും, ഈശോയെ കണ്ടാൽ ഞാൻ മരിച്ചു, എനിക്ക് കണ്ണുറക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ മുറുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സൗണ്ടൊക്കെ മാറി നോർമലായി. ഞാൻ പിന്നെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടത് ജോസഫ് അച്ഛനെയാണ്. ജോസഫ് അച്ഛൻ എന്തൊരു പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബുക്കുണ്ട്. ഈ ബുക്ക് ഞാൻ ഉടമ്പടി തുടങ്ങിയ ദിവസം തൊട്ട്, അതായത് ഞാൻ എന്നാണോ ഹോസ്റ്റലിലേക്ക് മാറിയത്, ട്യൂഷനിലേക്ക് പഠിക്കാൻ വേണ്ടി പോയത്, അന്ന് തൊട്ടിട്ട് ഞാൻ ഇതിനകത്ത് ഓരോ വചനങ്ങൾ എഴുതും. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഉടമ്പടി ഒരു ടോക്ക് ഉണ്ടാവുമല്ലോ ജോസഫ് അച്ഛൻ്റെ. ആ ടോക്കിൽ എനിക്ക് ആ കൂടി ഞാൻ മിക്കവാറും ഉറങ്ങിയിട്ടാണ് ഞാൻ ആ സ്പീച്ച് കേട്ടത് ജോസഫ് അച്ഛൻ്റെ. പക്ഷേ ഒരു വചനം മാത്രം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് നിന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. 1 പത്രോസ് 5:6 ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ
കുർബാനയ്ക്ക് പോവും, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുക്ക് എടുക്കും, ആ വചനം ഞാൻ ഒരു പേജ് ഫുള്ള് എഴുതും, എന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി പോകാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കണ്ടപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറയുകയാണ്, നിന്നെ ഞാൻ തളർത്തും. ഈ ഒരു സെൻറ്റൻസ് എന്തോ ഒരു കാര്യത്തിൻ്റെ കൂടെ പറഞ്ഞിട്ട് ഈ സെൻറ്റൻസ് മാത്രമാണ് ഉറക്കെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ളൂ, നിന്നെ ഞാൻ തളർത്തും. ഇതാണ് ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞത്. പിറ്റേ ദിവസം തൊട്ട് സ്പ്രഹന് പോകുന്ന സമയത്ത്, സ്പീക്കിങ്ങിന് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു വക പറയാൻ കിട്ടണില്ല. ഞാൻ കരച്ചിലായി. എനിക്ക് OST എക്സാം കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇവിടെ വന്ന് സ്പീക്കിങ് ചെയ്യുമ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. ഫുള്ളും ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എക്സാമിൻ്റെ ഒക്കെ സമയമാവാറായി. എക്സാം ഡേറ്റ് എടുത്തു, 15-ാം തീയതി എടുത്തു, ഒക്ടോബർ 15. അങ്ങനെ എക്സാം ഡേറ്റ് കിട്ടിയത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞൊരു എക്സാം സെൻറ്ററിൽ വെച്ചിട്ടാണ് എക്സാം. അപ്പോൾ ആ സമയങ്ങളോട് അടുത്തപ്പോൾ എനിക്ക് വേറെ വചനങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എഴുത്. പുറപ്പാട് 14:14, നീ ശാന്തനായിരുന്നാൽ മതി, ദൈവം നിനക്ക് വേണ്ടി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ സെഫാനിയ 3:17, 3:17 ആണ്. ശക്തനായ യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്, നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. അപ്പോൾ ഈ വചനങ്ങളൊക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് പോയി. അപ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ടായി. അപ്പോൾ എക്സാമിൽ 15-ാം തീയതി ആണെങ്കിൽ തലേദിവസം 14-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു ആൻറ്റിയുടെ വീട് തൃശ്ശൂരുണ്ട്, അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പനെയാണ് കാറിൽ കൊണ്ടാക്കണേ ബസ് സ്റ്റാൻഡ് വരെ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പക്ഷി, അത് കുളത്തിൽ മീൻ പിടിക്കുന്നത് ഒരു പക്ഷിയാണ്, വലിയ നീളമുള്ള കൊക്കുള്ളത്. അതിൻ്റെ കൊക്കിന് ചുറ്റും ഒരു കയറോ ഒരു നൂലെങ്ങാണ്ട് ചുറ്റിയിട്ട് അതിനെ വാ തുറക്കാൻ പറ്റുന്നില്ല, അത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ നൂലങ്ങോട്ട് അഴിച്ചു കളഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പറയാണ്, നിൻ്റെ സംസാരിക്കാനുള്ള ശേഷി ഞാൻ തിരിച്ചു തരാൻ പോവാണ്, നീ നല്ലപോലെ സ്പീക്കിംഗ് ചെയ്യും, നിൻ്റെ അപ്പം നിൻ്റെ കെട്ട് നിനക്ക് വേണ്ടി അഴിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഓക്കെ, എനിക്ക് സ്പീക്കിംഗ് നല്ലതായിരിക്കും. ഞാൻ എക്സാമിന് പോയി. സെൻറ്ററിൽ തന്നെ ചാപ്പലുണ്ടായി. അമ്മയും ഞാൻ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചു. പുറത്ത് വന്നു. അപ്പോൾ എല്ലാ പിള്ളേരും ഇത് നോക്കുന്നുണ്ട്, എക്സാം പേപ്പേഴ്സ് നോക്കുന്നുണ്ട്, ഫോണിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്യാനുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ മാത്രം എന്ത് ഇങ്ങനെ നിൽക്കണേ, അപ്പോൾ ഞാനും പഠിക്കാം. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കി, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ കൊന്തെടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, എനിക്ക് പരീക്ഷാ ഭയം ഇല്ല. ഞാൻ ഉടമ്പടിയിൽ വെച്ച സംഭവമാണ്. OST എക്സാം തൊട്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എക്സാമിന്. പക്ഷെ അപ്പം തൊട്ടിട്ട് എനിക്ക് പരീക്ഷ ഭയം ഇല്ല. എല്ലാവരും ഭയങ്കര സ്പീഡിൽ എന്തൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ വായിക്കുന്നു. അപ്പോഴും ഞാൻ വെറുതെ നിൽക്കുക. ഞാൻ കൊന്ത കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാവേ നോക്കിക്കോണേ, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ പഠിച്ചതല്ലാണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും എഴുതാൻ കിട്ടില്ല, അത് മാത്രമേ നീ ചോദിക്കാവുള്ളൂ, എനിക്ക് വേറെ ഒന്നും നീ ചോദിക്കരുത്. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തേന്, പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പ്, തൈലം, ഇതൊക്കെ തൂത്തിട്ടാണ് ഞാൻ പോണേ. എൻ്റെ പോക്കറ്റിൽ ഒരു കുഞ്ഞ് കാശ് രൂപ. ഞാൻ അതിന് മുന്നേ ജോസഫ് അച്ഛനെ ഇവിടെ വന്ന് കാണണമെന്ന് വിചാരിച്ചു, പക്ഷേ ജോസഫ് അച്ഛൻ കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മനസ്സിൽ. അപ്പം ഞാനൊരു കുഞ്ഞ് കാശ് രൂപം ഉണ്ട്, ഉടമ്പടി കാശ് രൂപം അല്ലാതെ വേറൊരു കാശ് രൂപം. അതിൻ്റെ ഒരു കുഞ്ഞ് കവറിനകത്ത് ഉപ്പും എണ്ണയും, വിശുദ്ധ തൈലവും എണ്ണയും കടന്ന ഒരു കവറിനകത്ത് ഞാൻ ആ കാശ് രൂപം ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ആ കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ജോസഫ് അച്ഛൻ എനിക്കൊരു കാശ് രൂപം തരാൻ പറ്റിയില്ല, എനിക്ക് കാണാൻ പറ്റിയില്ല അച്ഛനെ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അച്ഛൻ 16-ാം തീയതിയാണ് വരുള്ളൂ തിരിച്ച് ഫ്രാൻസിൽ നിന്ന്. അപ്പോൾ 15-ാം തീയതി എൻ്റെ എക്സാം. അപ്പോൾ എനിക്കത് കിട്ടില്ല. പക്ഷെ മാതാവേ, നീയാണ് എല്ലാവരുടെയും പ്രവർത്തിക്കണേ, നീ എനിക്ക് വേണ്ടി ഈ കാശ് രൂപം ജോസഫ് അച്ഛൻ തരുന്ന കാശ് രൂപം പോലെ ശക്തിയുള്ളതാക്കണം, എനിക്ക് വേണ്ടിയിട്ട് നീ അത് ചെയ്തു തരണം, എനിക്ക് ഈ എക്സാം പാസ്സാവണം. അപ്പോൾ ഞാൻ എക്സാമിന് മുന്നൊക്കെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഭയങ്കര ഡൗണായി. എനിക്ക് മാസം വന്നിട്ട് പത്രം മേടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അത് വിശ്വാസമല്ല, നീ എന്തെങ്കിലും പ്രവർത്തിച്ചാലാണ് എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് എൻ്റെ പഴയ പത്രങ്ങൾ കുറേ എൻ്റെ വീട്ടിൽ ഒരു ഫയലിലാക്കിയിട്ട് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു, നമുക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കാം. അപ്പോൾ അമ്മ ചോദിച്ചു, എവിടെ കൊണ്ട് കൊടുക്കും? ഞാൻ പറഞ്ഞു, വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊണ്ട് കൊടുക്കാം. എൻ്റെ മനസ്സിലപ്പോൾ ഒരു ചേച്ചിയുടെ മുഖം മാതാവ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പത്രം കൊണ്ട് പോണ സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് പറയേണ്ട ഒരു വിശ്വാസ പ്രമാണം കൂടി എഴുതുക. അപ്പം ഞാൻ പറഞ്ഞു, ഒരാൾക്ക് വേണ്ടിയിട്ട് വിശ്വാസ പ്രമാണം എഴുതാൻ പറ്റില്ലല്ലോ, എഴുതുവാണെങ്കിൽ അത്രയും പത്രം കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ എനിക്കത് എഴുതാൻ നിൽക്കാനുള്ള സമയമില്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് പത്രം കൊടുക്കാമെന്നുള്ള രീതിയിൽ അമ്മയും ഞാനും കൂടി ഇറങ്ങി. ഈ ചേച്ചിയുടെ വീടെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ കൊടുക്കണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, വേണം, എനിക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ കയറിയപ്പോൾ ഈ ചേച്ചി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പത്രം കൊടുത്ത് ഞാൻ പറഞ്ഞു, ആലപ്പുഴയിലുള്ള ജീവനോട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഭയങ്കര അത്ഭുതങ്ങൾ നടക്കേണ്ട, ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് അത് മാറ്റിത്തരും
ഇത്ര പറഞ്ഞു തീരുന്നതിന് മുന്നേ ആ ചേച്ചി ഭയങ്കരമായിട്ട് കരയാം. അപ്പം ഞാൻ വിചാരിക്കുക, മാധവ് എനിക്ക് നീ കാണിച്ചു തന്നു, നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് നീ ഈ പത്രം കൊണ്ട് എത്തിക്കാനായിട്ട് എന്നെ ഉപയോഗിച്ചു. അപ്പം ഞാൻ പത്രം കൊടുക്കുന്നതിന് മുന്നേ വിശുദ്ധ തൈലും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ നിനക്ക് അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഇത് എത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ പത്രം ഞാൻ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ചേച്ചി പറയുകയാണ്, ചേച്ചിയുടെ അനിയൻ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് എങ്ങാണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, സർജറി വേണമെന്ന് പറഞ്ഞു. കുഞ്ഞ് 2 മക്കളാണുള്ളത്. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള 2-3 പേര് ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ മരിച്ചു. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനാണ്, അനിയൻ എന്തെങ്കിലും പറ്റുമോ. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ആ പത്രം കൊടുത്തപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. ആ സമയത്ത് 2-3 പേരെടുത്ത് പത്രം കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, ഇപ്പം ഇതാണോ പണി, നഴ്സിങ്ങിന് പോയ കൊച്ചല്ലേ, ഇപ്പം ഇതാണോ പണി. അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് മാധവനടുത്ത് പറഞ്ഞു, നാട്ടുകാരുടെ അടുത്ത് മൊത്തം ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നിന്ന ഹോസ്റ്റലിൽ ഡോർമെട്രിയാണ്. അപ്പോൾ സുമിയുടെ കൂടെ, എൻ്റെ അനീത്തിയാണ് സുമിയുടെ കൂടെ പഠിക്കുന്ന പിള്ളേരും ഞാനും എൻ്റെ കൂടെ പഠിക്കുന്ന വേറൊരു കൊച്ചു, ഞങ്ങൾ ഇത്രയും പേര്, ഒരു 9 പേര് ഒരു ഡോർമെട്രിയിലാണ് നിൽക്കണേ. അപ്പം ഞാൻ രാവിലെ 5:30 എഴുന്നേച്ച് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും കൊന്ത കൈവിരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു, എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തണ്ട, നീയായിരിക്കും മിക്കവാറും നാണം കെടാൻ പോണേ ഞാൻ തോറ്റു കഴിഞ്ഞാൽ. എനിക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയെങ്കിലും നീ എന്നെ പാസ്സാക്കി തരണമെന്ന് ഞാൻ മാധവനോട് എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എക്സാം എഴുതി ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ പാർട്ട്ണർ പുള്ളിക്കാരി ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ എനിക്ക് മാതാവ് പറഞ്ഞു തരുന്നുണ്ട്, നീ ഇതുപോലെ പറ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ടൈൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, എനിക്ക് നഴ്സിംഗ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കാരണം എൻ്റെ ഫാമിലി നിർബന്ധിച്ചെടുത്തൊരു കോഴ്സാണ്. അപ്പോൾ ഒരു ഓൾഡായിട്ടുള്ളൊരു വിമണിനെ ഞാൻ ഹെൽപ്പ് ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നീ ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അവരോട് ഷെയർ ചെയ്യണേ. അപ്പോൾ ആ എക്സാമിനേറ്റർ എന്നോട് തിരിച്ച് ചോദിച്ചു, ഓൾഡായ പേഷ്യൻസിനെ കെയർ ചെയ്യാനാണോ നിനക്കിഷ്ടം, എന്തുകൊണ്ട്? അപ്പം മാതാവ് എനിക്ക് പറഞ്ഞു തരിക, നിൻ്റെ വീട്ടിൽ നിനക്കൊരു അമ്മാമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക, അമ്മാമ്മേനെ നിനക്ക് നോക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കൊടുക്കുക, അമ്മാമ്മയോട് സംസാരിക്കാനും അമ്മാമ്മേനെ കെയർ ചെയ്യാനും എല്ലാം നിനക്ക് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മാതാവ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിലും വലുതെന്ന് പറയണത്, ഞാൻ മാതാവിനോട് ഒരു അടയാളം ചോദിച്ചിട്ടുണ്ടായി, എനിക്ക് ഈ എക്സാം ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് എനിക്കൊരു അടയാളം വേണം. അപ്പോൾ മാതാവ് എനിക്ക് തന്ന നമ്പർ 6ആണ്. ഈ 6ാം നമ്പറിൽ ലാപ്ടോപ്പ്, എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് കൊടുക്കും. ഈ 6ാം നമ്പർ ലാപ്ടോപ്പിലാണ് ഞാനിരുന്ന് എക്സാം എഴുതുന്നത്. അപ്പോൾ മാതാവിൻ്റെ നമ്പറാണെന്ന് ഞാൻ സാക്ഷ്യത്തിൽ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്, 6ാമത്തെ നമ്പർ. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. പക്ഷേ എക്സാം എഴുതുമ്പോഴും എൻ്റെ കണ്ണ് നിറയാനുണ്ട്, മാതാവ് എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, പക്ഷെ നീ എൻ്റെ കൂടെ ഉണ്ട്, നീ എനിക്ക് പറഞ്ഞു തരുമെന്ന് എനിക്കറിയാം. ഷ്രൈബൻ എഴുതുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ വന്ന ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ അതിനെപ്പറ്റി പഠിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു 30 മിനിറ്റ് സമയമുണ്ട്, പക്ഷേ 30 മിനിറ്റ് എങ്ങനെ കടന്നു പോകുന്നു നമുക്ക് ആ സമയത്ത് ഇരിക്കുമ്പോൾ അറിയില്ല. ഞാൻ സ്പീഡിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു, എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നു, ഞാൻ ബാക്ക് അടിച്ച് ഇറേസ് ചെയ്തു, പിന്നെയും ടൈപ്പ് ചെയ്തു. അപ്പോൾ സാറ് ബാക്കിൽ നിന്ന് പറയേണ്ട സമയം തീർന്നു, വേഗം ഓഫ് ചെയ്യില്ലെങ്കിൽ അത് സെൻഡ് ആവില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് ഓഫ് ചെയ്തു. ഞാൻ അയച്ചു കൊടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് പാസ്സാക്കിയില്ലെങ്കിൽ ഞാൻ പാസ്സാവില്ല, എൻ്റെ കഴിവിൽ ഇതൊന്നുമില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കി, എക്സാം പേപ്പർ വെച്ച് നോക്കി, അതായത് ഞാൻ എനിക്ക് ഓർമ്മയുള്ള 2-3 ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഉത്തരങ്ങൾ, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ, ബാക്കിയൊക്കെ നിൻ്റെ കയ്യിലാണ്, എനിക്കറിയാൻ പാടില്ല ഞാൻ ജയിപ്പിക്കുകയാണെങ്കിൽ അത് നീ കാരണമാണ് ഞാൻ ജയിക്കുകയുള്ളൂ, കാരണം എൻ്റെ കഴിവിൽ ഇതൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് മാതാവ് തന്ന വചനമാണ് 1 കൊറിന്തോസ് 15:10, നീ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, നിൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അപ്പോൾ ഞാൻ അത് എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം, ഞാൻ പാസ്സാവുകയാണെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അപ്പോൾ മാതാവ് എനിക്ക് അന്ന് മഴവില്ല് കാണിച്ചു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് മാതാവിനോട് ഞാൻ അടയാളം ചോദിക്കാറുണ്ട്. അപ്പോൾ മാതാവ് തിരിയിൽ ചെറിയൊരു ഹാർട്ടിൻ്റെ രൂപം, കനൽ പോലെ വരുന്നത്, പിന്നെ സുഗന്ധാഭിഷേകം, ഇതൊക്കെ എനിക്ക് മാതാവ് അടയാളങ്ങളായിട്ട് തരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്ന ദിവസം അന്ന് എക്സാമിന് ഞാൻ പരിചയപ്പെട്ടൊരു ചേച്ചി എന്നെ വിളിച്ച് പറയാണ്, ഇന്ന് റിസൾട്ട് വരുന്നു തോന്നണോ, നിൻ്റെ മെയിലൊന്ന് ചെക്ക് ചെയ്യുക, റിസൾട്ട് വന്നോ നോക്ക്. ഞാൻ നോക്കിയപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല. ആ സമയം 2 മണിയാണ്. അപ്പോൾ 2 മണി തൊട്ടിട്ട് ഞാൻ മുട്ടുമേ നിന്ന് 2 മെഴുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥന, മാതാവേ നീയാണ് നാണം കെടാൻ പോണേ, തോറ്റു കഴിഞ്ഞാൽ എന്നെ ജയിപ്പിച്ച് തന്നില്ലെങ്കിൽ നീ ആട്ടോ നാണം കെടാൻ പോണേ, എല്ലാവരുടെ മുമ്പിൽ നീ നാണം കെടും, അത് ഉണ്ടാക്കരുത്, എനിക്കതിലൊരു താല്പര്യമില്ല. ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാറി ചൊല്ലുന്നുണ്ട്, ഒരു കൊന്ത ചൊല്ലി, ഒരു കരുണക്കൊന്ത ചൊല്ലി. ഇതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കാം. മാതാവ് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ബൈബിളിലോടൊക്കെ സംസാരിക്കും. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ലൂക്ക 1:25, ജനങ്ങളുടെ ഇടയിൽ നിനക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ വേണ്ടി
നിനക്ക് വേണ്ടി ഞാനിത് ചെയ്തു തന്നിരിക്കുന്നു എന്നർത്ഥമാക്കുന്ന ഒരു വചനമാണ് എനിക്ക് വന്നത്. അങ്ങനെ ആ വചനം കെട്ടി അത് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചി എന്നെ വിളിച്ച് പറയാണ്, എടി റിസൾട്ട് വന്നു, എനിക്ക് മെയിൽ വന്നു, നിനക്ക് മെയിൽ വന്നോ നോക്ക്. മെയിൽ തുറന്നു നോക്കി. അപ്പോൾ ആ ചേച്ചി പറയേണ്ടത് ബെസ്റ്റ് സ്റ്റാൻഡൻ അല്ലെങ്കിൽ നിഷ്ഠ ബെസ്റ്റ് സ്റ്റാൻഡൻ, ജയിച്ചു അല്ലെങ്കിൽ തോറ്റു, ഇതായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കണേ. ആ സംഭവം ഞാൻ അതിനകത്ത് കാണാനില്ല. ഞാൻ മറിച്ച് തിരിച്ചൊക്കെ നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കി, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒരു വാക്കില്ലല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ എനിക്ക് അയച്ചതാ, ഞാൻ നോക്കട്ടെ. ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ചേച്ചി ആ PDF തുറന്നിട്ട് പറയും, എടി അത് ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ജയിച്ചു. 300-ൽ എനിക്ക് 240.5 മാർക്ക് വന്നിട്ടാണ് എൻ്റെ മാതാവ് എന്നെ ജയിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഏറ്റവും പാടുള്ള സ്പീക്കിങ്, എനിക്ക് 75-ൽ 27 മാർക്ക്. അതെന്നെ പഠിപ്പിച്ച സാറ് പറയുന്നുണ്ടായി, ഏറ്റവും കൂടി പോയ 9 മാർക്കൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. അല്ല, ഷ്രൈബന് 9 മാർക്കൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. ഷ്രൈബനിൽ എനിക്ക് 27 മാർക്ക് മാതാവ് തന്നു. ഞാൻ തോറ്റു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് മാതാവ് എനിക്ക് 27 മാർക്ക് വന്നിട്ട് എന്നെ പാസ്സാക്കി. 300-ൽ 240.5 മാർക്ക് വന്നിട്ട് എന്നെ പാസ്സാക്കി. പിന്നെ ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് PCOD എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഓവറീസിൽ ഇങ്ങനെ കുരുക്കൾ വന്നിട്ട് പീരീഡ്സ് റെഗുലർ അല്ല. എനിക്ക് എല്ലാ മാസവും 1-2 തവണ വരും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം മൊത്തം 2ാമത്തെ മാസവും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തുടക്കം കുറേ ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, പിന്നെ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ചെയ്തു, പിന്നെ ഹോമിയോ കണ്ടിന്യൂ ചെയ്തു. അവസാനം ഞാൻ മരുന്ന് കഴിച്ച് മടുത്തപ്പോൾ ഞാൻ ഉടമ്പടിയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി മരുന്ന് കഴിക്കാൻ പോകണില്ല, നീ മാറ്റി തരുവാണെങ്കിൽ അത് മാറിക്കോട്ടെ, നിനക്ക് മാറ്റി തരണമെന്നില്ലെങ്കിൽ അത് മാറണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേനും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അടിവയറ്റിൽ ഞാൻ വിശുദ്ധ തൈലം വെച്ചിട്ട് എന്നും കുരിശ് വരയ്ക്കുമായിരുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം, ഞങ്ങൾ നെൽകൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നെൽകൃഷി തുടങ്ങിയ സമയത്ത് അമ്മ ഞാറൊക്കെ പാകുന്ന സമയത്ത് അമ്മ ഉടമ്പടി വിശുദ്ധ ഉപ്പിട്ടിട്ട് എല്ലാവരുടെയും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കൊയ്ത്തിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ കൊയ്ത്ത് തുടങ്ങുന്നത് തൊട്ടിട്ട് തീരണ വരെ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാതാവ് ഉപ്പിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ മാതാവ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് 3000 കിലോ ആണ് നെല്ല് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 4000 കിലോ നെല്ല് മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് രോഗികളെ സന്ദർശിച്ച് കാണും. ഞാനൊരു നേഴ്സാണ്. അപ്പം വയ്യാതെ കിടക്കുന്നവരെ കണ്ടിട്ട് അവർക്ക് കാനുല അഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് കൊടുക്കാനോ എനിമ വയ്ക്കാനോ അങ്ങനെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഓണത്തിൻ്റെ സമയത്ത് പൊതിച്ചോറുണ്ട് ഞാൻ അമ്മയും കൂടി ഉണ്ടാക്കി ഒരു ചേട്ടൻ്റെ കൊടുത്തു വിടുക. അപ്പോൾ ചേട്ടന് പൈസ കൊടുക്കും, അവർ മേടിച്ചു കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. പത്രം ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രാവശ്യം പത്രം വന്ന് മേടിച്ചു. ഞാൻ തിരുവല്ലയിലുള്ള സ്റ്റാൻഡിലൊക്കെ കൊടുത്തു, നടന്നു ഞാൻ കൊടുത്തു. ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് കരയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പത്രം കൊടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനിടുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ദൈവവചനം പിന്നെ ധ്യാനത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും, പിള്ളേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഞാൻ അങ്ങനെ ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ പോലും ഞാൻ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കണേ. ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊയറിൽ കയറണമെന്ന്. അപ്പം ഞാൻ കൊയറിൽ കയറി. അതിന് മുന്നേ വരെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കും. കുഞ്ഞു പിള്ളേരൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കണം. ഞാൻ 24 വയസ്സുണ്ട് എനിക്ക്. അപ്പം ഞാൻ സാധാരണ ആ വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ ബെഞ്ചിലൊക്കെ ആയി അല്ലെങ്കിൽ സൈഡിൽ മൂലയിലൊക്കെ ചെല്ലും. ഞാൻ കുഞ്ഞു പിള്ളേർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഫ്രണ്ടിൽ പോയി നിൽക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ ചൊല്ലുന്ന സമയത്ത് ഞാൻ കൈയൊക്കെ ഉയർത്തി പിടിച്ചിട്ട് ഞാൻ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വേണം ചൊല്ലാൻ, ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ വേണം പള്ളിയിൽ നിൽക്കാമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതാണ് മാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും. അതിന് ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു.